ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം തിരഞ്ഞെടുക്കുമ്പം മുമ്പോട്ട് വരുന്ന ഡിമാൻഡ്സ് ആണ് ഇന്ന സിറ്റിയിലേക്ക്, ബെർലിനിലേക്ക് എനിക്ക് പോകാൻ പറ്റുമോ, ഫ്രാങ്ക്ഫർട്ടിൽ പോകാൻ പറ്റുമോ, ഇന്ന പ്രോഗ്രാം എനിക്ക് എടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറേ ഡിമാൻഡുകൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഒരു കുട്ടി മുമ്പോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിയാലിറ്റി അവരെങ്ങനെയാണ് മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടത്? പലപ്പോഴും കുട്ടികൾ ഇത്തരം കാര്യങ്ങളിൽ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും സംസാരിക്കുന്നതായിട്ട് കാണാറുള്ളത്. ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു അഡ്മിഷൻ പ്രോസസ്സിൽ കൂടി പോകുന്നൊരു പ്രോഗ്രാമല്ല. ജർമ്മനിയിലെ സ്കൂളും എംപ്ലോയറും അവർക്ക് ആഗ്രഹിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഈവൻ നമുക്ക് പോലും എഡ്യൂഫ്ലെയർ നമ്മൾ ഏറ്റവും നല്ല സിറ്റികളിലേക്കും ആ സിറ്റികളോട് ചേർന്നുള്ള പ്രദേശങ്ങളിലേക്കും ഏറ്റവും ക്വാളിറ്റിയുള്ള സ്കൂളിലേക്കും എംപ്ലോയറിലേക്കാണ് വിദ്യാർത്ഥികളെ അയക്കുന്നതെങ്കിൽ പോലും നമുക്ക് പോലും ഒരു സിറ്റിയോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ എംപ്ലോയറോ ഒന്നും തന്നെ സേട്ടനായിട്ടൊരു വിദ്യാർത്ഥികൾക്ക് പറയാൻ വേണ്ടി സാധിക്കാറില്ല. കാരണം പല എംപ്ലോയർ ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് ഒരു വിദ്യാർത്ഥിയെ പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. ഒരു വിദ്യാർത്ഥിയെ ഒരു എംപ്ലോയർ റിജക്റ്റ് ചെയ്താൽ നമ്മൾ വേറെ എംപ്ലോയറുടെ അടുത്തേക്ക് ഹാജരാക്കി അങ്ങനെയെല്ലാമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമുക്കൊരു പർട്ടിക്കുലർ സിറ്റിയോ പർട്ടിക്കുലർ സ്കൂളോ പർട്ടിക്കുലർ പ്രോഗ്രാമോ സെലക്ട് ചെയ്യാൻ വേണ്ടി പലപ്പോഴും സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. നേഴ്സിങ്ങിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നേഴ്സിംഗ് ഒന്ന് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൈപ്പൻഡ് കൂടുതലുള്ള പ്രോഗ്രാമാണ്. പഠിച്ചു കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കുമ്പോഴും ശമ്പളം വളരെ കൂടുതലുള്ള പ്രോഗ്രാമാണ്. മൂന്നാമതായി ധാരാളം ഓവർ ടൈം ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉള്ള പ്രോഗ്രാമാണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഉയർന്ന സംഖ്യ സമ്പാദിക്കാൻ നേഴ്സിംഗ് ജോലിയിൽ നമുക്ക് മറ്റു പ്രോഗ്രാമുകളെക്കാളിലും സാധിക്കാനുള്ള അവസരമുണ്ട്. അടുത്തതായിട്ട് നേഴ്സിംഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഓവർ ടൈം ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാലറിയോടുകൂടിയുള്ള ലീവിൽ നാട്ടിലേക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ഓപ്പർച്യൂണിറ്റി നേഴ്സിംഗ് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് മറ്റുള്ള പ്രോഗ്രാം തിരഞ്ഞെടുക്കുന്ന ആളുകളെക്കാളിലും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു IT മേഖല തിരഞ്ഞെടുത്തൊരു വിദ്യാർത്ഥിക്കാണെങ്കിൽ അവരുടെ ഫിക്സഡ് ഡ്യൂട്ടി ഫിക്സഡ് സാലറി ആയിരിക്കും മിക്കപ്പോഴും അവർക്ക് കിട്ടുന്നത്. അപ്പം അവരൊരു മാസത്തെ ലീവ് എടുത്ത് നാട്ടിൽ വരണമെങ്കിൽ അവർ ലോസ് ഓഫ് പേ, അതായത് ശമ്പളമില്ലാത്ത ലീവ് എടുത്ത് വേണം നാട്ടിലേക്ക് വരാൻ വേണ്ടി. അപ്പോൾ അവർക്ക് ആ മാസത്തെ ശമ്പളവും അവർക്ക് നഷ്ടപ്പെട്ടു, അവരുടെ കയ്യിലെ പൈസ മുടക്കിയിട്ട് വേണം അവർ നാട്ടിലേക്ക് വരാനുള്ളത്. നേഴ്സിംഗ് എടുക്കുന്ന ആളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അവർക്കിപ്പോൾ ഒരു മാസം നാട്ടിലേക്ക് വരണമെങ്കിൽ അതിന് മുമ്പേ ഉള്ള 2-3 മാസം കണ്ടിന്യൂസ്ലി കുറച്ച് നൈറ്റ് ഡ്യൂട്ടിയോ അല്ലെങ്കിൽ സാറ്റർഡേ ഡ്യൂട്ടിയോ സൺഡേ ഡ്യൂട്ടിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് ധാരാളം ലീവ് ഡേയ്സ്, സാലറിയോടുകൂടിയുള്ള ലീവ് ഡേയ്സ് അവരുടെ കയ്യിൽ അവർക്ക് ക്രെഡിറ്റ് ആവും. ആ ലീവ് എടുത്തുകൊണ്ട് അവർക്ക് നാട്ടിലേക്ക് വരാനും ആ സമയത്ത് അവർക്ക് ശമ്പളം വാങ്ങാനും ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കൂടാതെ സാറ്റർഡേ സൺഡേ ഒക്കെ എടുക്കുന്ന ഓവർ ടൈമിന് 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ഒക്കെ ശമ്പളം നേടാനുമുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം ഏറ്റവും ബെസ്റ്റായിട്ട് ആളുകൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാം നേഴ്സിംഗ് ആണ്. മറ്റു പ്രോഗ്രാമുകൾ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ നേഴ്സിംഗ് എടുക്കുമ്പോൾ നമുക്ക് ലൈഫിൽ കുറേ കൂടി റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിനെ ഒരു പാത്വേ ആയിട്ട് കാണുന്ന ഒരു ഓപ്ഷനെ കുറിച്ച് സാർ സംസാരിച്ച് കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു റിയാലിറ്റിയെക്കുറിച്ചൊന്ന് എല്ലാവർക്കും വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമുക്കറിയാം, പൊതുവെ വിദേശ പഠനം എന്ന് പറയുന്നത് സാമ്പത്തിക ശേഷിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമ്മളെല്ലാവരും പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം നമ്മുടെ രൂപയുടെ വിനിമയ നിരക്കും ഒരു വിദേശ വികസിത രാജ്യത്തെ കറൻസിയുടെ വിനിമയ നിരക്കും തമ്മിൽ പരിഗണിക്കുമ്പോൾ നമ്മുടെ രൂപയുടെ മൂല്യം വളരെ കുറവായതുകൊണ്ട് വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്നൊരു വിദ്യാർത്ഥിക്ക് അവരുടെ ട്യൂഷൻ ഫീ ആയിട്ട് വളരെ ഉയർന്ന ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഈ വികസിത രാജ്യങ്ങളിലേക്കെല്ലാം പോകുന്നതിന് വേണ്ടി ബ്ലോക്ക്ഡ് അക്കൗണ്ടായിട്ടോ GIC അക്കൗണ്ടായിട്ടോ ഒക്കെ ഒരുപാട് പണം അക്കൗണ്ടിൽ കാണിക്കേണ്ട സാഹചര്യവും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ശേഷി കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കാറുള്ളത്. ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് സാമ്പത്തിക ശേഷി കുറഞ്ഞ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിയിലും ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലുമുള്ള വിദ്യാർത്ഥികൾക്ക് പണം മുടക്കാതെ പഠിക്കാൻ പോകാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് കൃത്യമായ പാത്വേ ഉള്ള, അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്നതിനും സെറ്റിൽ ചെയ്യുന്നതിനും ഏറ്റവും ഉയർന്ന പാത്വേ ഉള്ള പ്രോഗ്രാമാണ് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത്. കാരണം പഠിക്കുമ്പോൾ തന്നെ അവർക്ക് പ്രതിമാസം 1.5 ലക്ഷം രൂപ സൗജന്യമായി പഠിക്കാമെന്ന് മാത്രമല്ല, പഠിക്കുമ്പോൾ തന്നെ പ്രതിമാസം 1.5 ലക്ഷം രൂപ അവർക്ക് സ്റ്റൈപ്പൻഡായിട്ട് ഇങ്ങോട്ട് കിട്ടും. പഠനം കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 3 ലക്ഷം രൂപയിലധികം ശമ്പളമുള്ള ജോലിയിൽ പ്രവേശിക്കാം. ഓവർ ടൈം എല്ലാം ചെയ്യുകയാണെങ്കിൽ 5 ലക്ഷം രൂപയിലധികം സമ്പാദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 2 വർഷം കൊണ്ട് ജർമ്മനിയിലെ PR കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നീട് താല്പര്യമുള്ളവർക്ക് ജർമ്മനിയിലെ സിറ്റിസൺഷിപ്പിലേക്ക് വരെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി നൽകുന്ന പ്രോഗ്രാമാണ് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം. അപ്പം ഇത് നമ്മുടെ ലൈഫിനെ
ഏറ്റവും ഉയരത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനുള്ളൊരു പ്രോഗ്രാമായി മനസ്സിലാക്കി ജർമ്മനിയിൽ എത്താനും നമ്മുടെ ജീവിതത്തെ സെറ്റിൽ ചെയ്യാനുള്ളൊരു പാത്വേ ആയി തിരഞ്ഞെടുത്ത് നമുക്ക് കിട്ടുന്ന പ്രോഗ്രാം ഓപ്റ്റ് ചെയ്ത് ജർമ്മനിയിലേക്ക് ഫ്ലൈ ചെയ്യാനാണ് വിദ്യാർത്ഥികൾ തീരുമാനമെടുക്കേണ്ടത്. സർ, ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കുറേ പേരൻസിനോട് കുട്ടികളോട് സംസാരിക്കുമ്പം അവർ ഫിനാൻഷ്യലി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് അടുത്ത ഇൻടേക്ക് ആവട്ടെ അല്ലെങ്കിൽ 2 ഇൻടേക്ക് കഴിയട്ടെ, ഒരു വർഷം കഴിയട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ അവർ നഷ്ടപ്പെടുന്ന ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചിട്ട് അവർക്കൊരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വിധേയനെ ഒരു ഫണ്ട് അവർ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് തിരിച്ച് കിട്ടുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല. അപ്പം പല പേരൻസിനും ഫിനാൻഷ്യലി ഒരു കൺസ്ട്രെയിൻ ഉള്ളത് കൊണ്ട് അവർ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പം അത്തരം ആളുകൾ എന്താണ് ഒരു തീരുമാനം എടുക്കേണ്ടത്? അവർ എന്ത് എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്? അവർ 2 ആസ്പെക്ട്സിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഓരോ ഇൻടേക്കുകൾ കഴിയുന്തോറും ജർമ്മനിയിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സിൽ ക്വാളിറ്റി ജർമ്മൻകാർ കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതായത് നേരത്തെ തന്നെ നമ്മൾ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് പ്രോസസ്സിങ് നടത്തുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് B1 പാർഷ്യൽ മൊഡ്യൂളുള്ളവരെയും 4 മൊഡ്യൂളുള്ള ആളുകൾക്കൊക്കെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അവരുടെ ലാംഗ്വേജ് സ്കില്ല് പലപ്പോഴും പരിഗണിക്കാറില്ലായിരുന്നു. ഈ സർട്ടിഫിക്കറ്റ് മാത്രം നോക്കി വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് ക്രമേണ ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് B2 4 മൊഡ്യൂൾ വേണമെന്നതിലുപരി ഒരു വിദ്യാർത്ഥിയുടെ ലാംഗ്വേജ് സ്കില്ല് അവർ വളരെ സീരിയസ് ആയിട്ട് പരിശോധിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം ഓരോ ഇൻടേക്കുകൾ കഴിയുന്തോറും മാർക്കറ്റിൽ B2 4 മൊഡ്യൂൾ പാസ്സായ വിദ്യാർത്ഥികൾ ധാരാളമായി അവൈലബിൾ ആയതുകൊണ്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ളവരെ സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു ഫോക്കസിലേക്ക് ജർമ്മൻ എംപ്ലോയേഴ്സ് നീങ്ങുമ്പോൾ പലപ്പോഴും ഇന്ന് പാസ്സായി ഈ ഇൻടേക്കിൽ പോകാൻ അവസരമുള്ള ആളുകൾ അത് മാറ്റിവെച്ച് പിന്നീടൊരു ഇൻടേക്കിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ അവരുടെ അവസരങ്ങൾക്ക് പലപ്പോഴും കുറവുകൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ റിസ്കിലേക്ക് പോകാതെ ഇമ്മീഡിയറ്റ്ലി പോകാൻ വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ടത്. രണ്ടാമതായിട്ടൊരു കാര്യം, നമുക്ക് ജർമ്മനിയിൽ ചെന്നാൽ ആ ചെല്ലുന്ന മാസം മുതൽ നമുക്ക് 1.5 ലക്ഷം രൂപ സ്റ്റൈപ്പൻഡ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം സാമ്പത്തിക ശേഷിയില്ലാത്ത ആളുകൾ എവിടെ നിന്നെങ്കിലും കടം വാങ്ങിയോ ലോൺ എടുത്തോ ഏതെങ്കിലും വിധേനെ ഇമ്മീഡിയറ്റ്ലായി ജർമ്മനിയിൽ പോയാൽ 6 മാസം സമയം കൊണ്ട് നമുക്ക് 9 ലക്ഷം രൂപ സമ്പാദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം ചെറിയൊരു പണമില്ല എന്നതുകൊണ്ട് ഈ പോക്ക് മാറ്റിവെക്കുന്ന ആളുകൾക്ക് ഇത്ര വലിയ ലോസിലേക്കാണ് പിന്നീട് പോകുന്നത്. 6 മാസം മുമ്പേ ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചാൽ, അതായത് നമ്മുടെ പഠനം 6 മാസം മുമ്പേ ആരംഭിച്ചാൽ 6 മാസം മുമ്പേ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും. 6 മാസം നമുക്ക് 5 ലക്ഷം രൂപ വെച്ച് മാസം വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരാൾക്ക് 6 മാസം കൊണ്ടുണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് 30 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതെല്ലാം മനസ്സിലാക്കി പണമില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കാതെ എവിടെ നിന്നെങ്കിലും പണമുണ്ടാക്കി വളരെ പെട്ടെന്ന് തന്നെ ജർമ്മൻ ലാംഗ്വേജ് പാസ്സായ വിദ്യാർത്ഥികൾ ജർമ്മനിയിലേക്ക് പോകണമെന്നാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത്. സർ, വേറൊരു മിത്ത് ഈ ജർമ്മൻ പ്രോസസ്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത്, ഫുൾ മൊഡ്യൂൾ ഉള്ളവർക്ക് കിട്ടുന്ന നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇൻ കേസ് ഒരാൾ പാർട്ട് മൊഡ്യൂൾ വെച്ച് ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കമ്പാരിറ്റീവ്ലി അത്ര നല്ലതല്ലാത്ത ഷൂളെ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു റിയാലിറ്റി എന്താണ്? അങ്ങനെ യാതൊരു വിധത്തിലുള്ള കാര്യം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് ഒരു എംപ്ലോയർ 2 വിധത്തിലുള്ള എംപ്ലോയേഴ്സാണ് ഉള്ളത്. ചില ആളുകൾ സെലക്റ്റീവാണ്, ഞങ്ങൾ B2 4 മൊഡ്യൂളുള്ള ആളുകളെ മാത്രമേ സെലക്ട് ചെയ്യൂ എന്ന് പറയുന്ന എംപ്ലോയേഴ്സ് ഉണ്ട്. അവരുടെ മുമ്പിൽ നമുക്ക് 4 മൊഡ്യൂളുള്ള വിദ്യാർത്ഥികളെ മാത്രമേ ഇൻ്റർവ്യൂവിന് ഹാജരാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പാർഷ്യൽ മൊഡ്യൂളും ഫുൾ മൊഡ്യൂളും ഒന്നിച്ചെടുക്കുന്ന എംപ്ലോയേഴ്സ് വരുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിനുപരി അവർ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ ലാംഗ്വേജ് സ്കില്ലിനാണ്. ആ ലാംഗ്വേജ് സ്കില്ലുള്ള ആളുകളെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അവർ ജർമ്മനിയിലെത്തിയാൽ ഫുൾ മൊഡ്യൂളുള്ള ആളുകളും പാർട്ട് മൊഡ്യൂളുള്ള ആളുകളും എല്ലാവരും ഒന്നിച്ച് ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സെപ്പറേറ്റ് ക്ലാസ്സുകളൊന്നും തന്നെ അവർക്കില്ല. അപ്പം ആ എംപ്ലോയറുടെ മനോഭാവമാണ് ഏതരത്തിലുള്ള വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. സർ, എഡ്യൂഫ്ലെയർ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലേക്ക് ചെയ്യുന്നത്? അതായത് ഞാനത് ചോദിക്കാൻ കാര്യം, ഇപ്പം ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിങ്ങിന് ഏറ്റവും അധികം ആളുകളെ 2, 3, 4 ഇൻടേക്കുകളായിട്ട് ഏറ്റവും അധികം ആളുകളെ ഫ്ലൈ ചെയ്യിപ്പിക്കുന്നത് എഡ്യൂഫ്ലെയർ ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് സാർ എഡ്യൂഫ്ലെയറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്? എഡ്യൂഫ്ലെയർ എന്ന് പറയുന്നത് ഒരു വിഷനോടുകൂടി വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജർമ്മൻ ലാംഗ്വേജ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് അവർക്ക് ജർമ്മനിയിൽ പോകാൻ സാധിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ എഡ്യൂഫ്ലെയറിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ജർമ്മനിയിൽ പോകാനുള്ള പ്രോസസ്സിങ്ങിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല പ്രോസസ്സിങ് നൽകി 100% വിസ സക്സസ് റേറ്റോടു കൂടിയാണ് കഴിഞ്ഞ പല ഇൻടേക്കുകളും നമ്മൾ വിദ്യാർത്ഥികളെ ജർമ്മനിയിലേക്ക് അയച്ചിട്ടുള്ളത്. എഡ്യൂഫ്ലെയർ വഴി അപ്ലൈ ചെയ്തിട്ടുള്ള
എല്ലാ വിദ്യാർത്ഥികൾക്കും വിസ ലഭിച്ച് ജർമ്മനിയിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. എഡ്യൂഫ്ലെയർ മുഖാന്തരം അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ പോലും വിസ റിജക്ഷൻ ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമുക്ക് വളരെ ക്വാളിറ്റി ഉള്ളൊരു പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഈ കാര്യങ്ങളെപ്പറ്റിയെല്ലാം വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയുടെ ഫയൽ പ്രോസസ്സ് ചെയ്യേണ്ടതെന്നും ഒരു വിദ്യാർത്ഥിയെ ഇൻ്റർവ്യൂവിന് ഹാജരാക്കുന്നതിന് മുമ്പേ എത്രമാത്രം അവർക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ് കൊടുത്തുകൊണ്ട് അവരെ ഹാജരാക്കി സെലക്ട് ചെയ്യിക്കണമെന്നും അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള എംപ്ലോയറുടെ അടുത്തേക്ക് നമ്മൾ ഫയൽ നൽകുമ്പോൾ അവർ അവിടെ നിന്ന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റുകളും നമുക്ക് നൽകുകയും ഏതെങ്കിലും പോരാത്തുണ്ടെങ്കിൽ നമ്മളത് ചോദിച്ച് വാങ്ങുകയെല്ലാം ചെയ്തതിന് ശേഷമാണ് വിദ്യാർത്ഥികളെ വിസയ്ക്ക് വേണ്ടി നമ്മൾ അയക്കുന്നത്. അപ്രകാരം ഫുൾ ഫയലും ഡോക്യുമെൻറ്റും ആയി വിസയ്ക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥിയുടെ വിസ ഒരിക്കലും റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം വളരെ സീരിയസ് ആയി നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് 100% വിസ സക്സസ് റേറ്റ് ഉള്ളത്. ഞാൻ പറയുന്നു, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോടും കുട്ടികളോടും പറയുന്നു, നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരാം. നിങ്ങൾക്ക് ജർമ്മനിയിൽ പോകാൻ എഡ്യൂഫ്ലെയർ വഴി സാധിക്കുക തന്നെ ചെയ്യും.